പ്രിയപ്പെട്ടവരെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ലൈറ്റ് എന്നതിനെ ഓർ ടി എസ് ജി എന്ന് എഴുതിയാൽ കോഡ് ചെയ്തപ്പെട്ടാൽ, സ്വിച്ച് എന്നതിനെ എച്ച് ഡി ആർ ജി എക്സ് എസ് എന്നും കോഡ് ചെയ്താൽ, വയർ എന്നതിനെ എങ്ങനെ കോഡ് ചെയ്യാം എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് രണ്ടിൻ്റെയും റിലേഷൻ കണ്ടെത്തിയിട്ട് വേണം നമ്മൾ വയറിലേക്ക് വരാൻ. സ്വാഭാവികമായിട്ടും ഒരുപാട് ചിന്തിച്ചാൽ കിട്ടാത്തൊരു റിലേഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ലെറ്റർ ഇൻ ദ ആൽഫബറ്റ് എന്ന് പറയും. അതായത് ഇംഗ്ലീഷ് ആൽഫബറ്റിൽ എ ബി സി ഡി ഇ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് 1 ആണ്, ഇത് 2 ആണ്, ഇത് 3 ആണ്, ഇത് 4 ആണ്, ഇത് 5 ആണ്. എന്നാൽ ഇതിനൊക്കെ റിവേഴ്സ് ഓർഡർ ആക്കി എഴുതിയാൽ, അത് സെഡിന് ഫസ്റ്റ് 1 കൊടുത്തു, Z1 ആൻഡ് Y2 ഇങ്ങനെ റിവേഴ്സ് ഓർഡറിൽ വന്നാൽ എന്റെ സ്ഥാനം 26 ആണ്, ബിന്റെ സ്ഥാനം 25 ആണ്, സിന്റെ സ്ഥാനം 24 ആണ്, ഡിന്റെ സ്ഥാനം 23 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അങ്ങനെയാണ് കണക്ട് ചെയ്യപ്പെട്ടിരുന്നത് അല്ലേ. L 12 ആണ്. എന്നാൽ അതിന്റെ റിവേഴ്സ് ഓർഡർ വന്നാൽ, കാരണം Z Y X അല്ലേ, അങ്ങനെ 1 Z കൊടുത്തു വന്നാൽ ഇവിടെ നോക്കുക, O എന്ന് പറയുന്നതും റിവേഴ്സ് ഓർഡറിൽ അതിന്റെ സ്ഥാനം 12 തന്നെയാണ്. റിവേഴ്സ് ഓർഡർ ശ്രദ്ധിക്കണം, എന്താണ് റിവേഴ്സ് ഓർഡറിൽ, റിവേഴ്സ് ഓർഡറിലാണ് അതിന്റെ സ്ഥാനം 12, I 9 ആണ്. റിവേഴ്സ് ഓർഡറിൽ ഇതിന്റെ സ്ഥാനം എന്താണ് 9 ആണ്. ഇനി റിവേഴ്സ് ഓർഡർ കണ്ടെത്താൻ എളുപ്പമായിട്ടുണ്ട്. 27 അതിന്റെ എക്സാക്ട് പൊസിഷൻ കുറച്ചാൽ മതി. 27 6 എന്ന് പറയുന്നത് 18 ആണ്, അപ്പോൾ അതിന്റെ റിവേഴ്സ് പൊസിഷൻ 9 ആണ്. G എന്ന് പറയുന്നത് A ആണ്, T എന്ന് പറയുന്നത് റിവേഴ്സ് പൊസിഷനിൽ A ആണ്. ഓക്കെ, ഇത് 8 ആണ്, ഇതിന്റെ പൊസിഷൻ 8 ആണ്. T എന്ന് പറയുന്നത് കറക്റ്റ് 20 ആണ്, അതിന്റെ റിവേഴ്സ് പൊസിഷൻ ആണ് എന്ത് വരുന്നത് A. ഇതും സ്വിച്ചും അങ്ങനെ തന്നെയാണ് കോഡ് ചെയ്യപ്പെട്ടുള്ളത്. ഇനി നമുക്ക് വയറിന് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ഓർഡർ എടുക്കാം. ഡബ്ല്യുവിന്റെ റിവേഴ്സ് ഓർഡർ എന്ന് പറയുന്നത്, ഡബ്ല്യുവിന്റെ കറക്റ്റ് പൊസിഷൻ വരുന്നത് നമുക്ക് D ആണ് അതിന്റെ ഒരു റിവേഴ്സ് ഓർഡർ ആയിട്ട് വരുന്നത്. ഓക്കെ, ആൻഡ് I എന്നതിന്റെ റിവേഴ്സ് ഓർഡർ ആയിട്ട് വരുന്നത് R ആണ്. ഓക്കെ, ആറിന്റെ റിവേഴ്സ് ആയിട്ട് വരുന്നത് I ആണ് അല്ലെ. ഇന്റെ റിവേഴ്സ് ഓർഡർ ആയിട്ട് വരുന്നത് V ആണ്. അപ്പോൾ ആൻസർ DRIV. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ.